എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഉണ്ടാക്കുന്നത് പീച്ച് കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. നമുക്കപ്പോൾ കുക്കിംഗ് തുടങ്ങിയാലോ. ഇതിന് വേണ്ടിയിട്ട് പീച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, 6 എടുത്തിട്ടുണ്ട് കേട്ടോ. പീച്ച് നമ്മുടെ എല്ലാ കടയിലും എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും പീച്ച് കേട്ടോ. അതായത് മാമ്പഴത്തിൻ്റെ അതേ ടെക്സ്ചറിൽ ഇരിക്കണം. അതേ ടെക്സ്ചറിൽ ഇരിക്കുന്ന മാമ്പഴത്തിൻ്റെ ടെക്സ്ചറിൽ ഇരിക്കുന്ന ഏത് ഫ്രൂട്ട്സ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ശർക്കരയും നെയ്യും എല്ലാം കൂടിയിട്ട് വേവിക്കാൻ കേട്ടോ. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. രണ്ട് ടീസ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ടിട്ടത്. വലിയ സ്പൂൺ കൊണ്ട് ഇട്ടത്, പക്ഷേ 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരയും കൂടി ഇടണേ. പിന്നെ ഉപ്പ്, ഉപ്പ് 1 ടീസ്പൂണ് മതിയാവും കേട്ടോ. കൂടുതൽ എമൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂണ് നെയ്യ്, പിന്നെ അത്യാവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ എന്തായി നോക്കാം. അതിൻ്റെ വേവൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം ഒരു ഒഴിക്കണം കേട്ടോ. നല്ല പഴുത്ത ബീച്ചാണെങ്കിൽ അധികം സമയം വേണ്ട. പിന്നെ അത്ര പഴുക്കാത്ത ബീച്ചാണെങ്കിൽ കുറച്ച് നേരം കൂടുതൽ വേവിക്കണം. പിന്നെ മധുരം നന്നായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ശർക്കര, ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും ശർക്കര പൊടിച്ചത് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. മധുരം ഇല്ലാത്തതാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചത് ചേർക്കാം കേട്ടോ. പൊടിച്ച് ചേർക്കാം. ഇതിപ്പോൾ നമ്മുടെ ശർക്കരയും നെയ്യും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു കുറുകിയ ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ തീ കുറച്ചിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും ജീരകം കൂടി അരച്ച് ചേർക്കണം. ഇത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. ഓൾറെഡി നേരത്തെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ അതിലേക്ക് ജീരകം. അപ്പോൾ നമുക്കിത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഞാൻ തേങ്ങ അരച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കുക. ഒന്ന് പയ്യെ ഒന്ന് ചൂടാക്കാം. നന്നായിട്ട് വടിച്ചൊഴിക്കും. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മിക്സ് കഴുകി ഒഴിക്കണ്ട, അധികം വെള്ളം ചേർക്കണ്ട. അത്യാവശ്യത്തിന് വെള്ളം ഇതിലുണ്ട്. ഒന്ന് പയ്യെ തള വന്നിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് യോഗട്ട് ഒഴിക്കാം. ഞാൻ ഇപ്പോൾ ഗ്രീക്ക് നാച്ചുറൽ യോഗട്ടാണ് ഒഴിക്കുന്നത്. സാധാരണ യോഗട്ട് ഒഴിച്ചാലും മതി. ഇത്
ഇത് 1 ലിറ്ററിൻ്റെ ഇതാണ്, മൊത്തം വേണ്ട, 1/2 ലിറ്റർ മതി. 1/2 ലിറ്റർ യോഗട്ട് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് തീ കുറച്ചിടണം കേട്ടോ. തീ കുറച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് കുറുകിയിരിക്കുന്ന കണ്ട, ഇങ്ങനെ ലൂസല്ല, ലൂസാവരുത്, ഇങ്ങനെ കുറുകിയ ടെക്സ്ചറാണ് ഇതിനെപ്പോഴും, കുറുകിയ ടെക്സ്ചറാണ് ഇതിനെപ്പോഴും വേണ്ടത്. ഈ സമയത്ത് ഉപ്പ് എരിവ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ചെറിയ രീതിയിലൊന്ന് വന്നിട്ടുണ്ട്, തിളച്ചിങ്ങനെ വന്നിട്ടുണ്ട് പയ്യെ. അധികം ശരിക്കും തിളയ്ക്കാൻ നിൽക്കണ്ട. ഈ സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇടാം. വളരെ സിമ്പിളാണ് ഈ കറി കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഈവൻ സ്റ്റാർട്ടേഴ്സിന് വരെ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ. നമുക്കപ്പോൾ ഈ പീച്ച് പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഉണ്ടോ ഉള്ളു നോക്കിയേ, ഉള്ളു പീച്ചിൻ്റെ അതേ രീതിയിലിരിക്കുന്നു. നമ്മുടെ മാങ്ങണ്ടിക്ക് പകരമായിട്ട് പീച്ചിൻ്റെ വലിയ കുരു ഉണ്ടല്ലോ, അതുണ്ട്. നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഈ നമ്മൾ മാങ്ങണ്ടി എടുത്ത് കളയില്ലേ, അതേപോലെ ഈ പീച്ചിൻ്റെ കുരു എടുത്ത് കളയാം. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളി.